ഇതെല്ലാവരും കൂടിയിട്ടുള്ള ഏർപ്പാടാണ്. അപ്പോൾ അതിനകത്ത് കർണാടകയിലെ സർക്കാരിന് പോലും ഉത്തരവാദിത്വമുണ്ട് എന്നതാണ്. കർണാടക സർക്കാരാണല്ലോ ഇത് പ്രോപ്പർ ആക്ഷൻ എടുക്കേണ്ടത്. അപ്പോൾ ഇവിടെയുള്ള കോൺഗ്രസ്സുകാർ പോലും അതിന് ഉത്തരം പറയേണ്ടതുണ്ട്. നമ്മളിപ്പോൾ കേരളത്തിൻ്റെ പുറത്ത്, കേരളത്തിലാണ് ഇവിടെ ലാൻഡ് ഏറ്റെടുക്കൽ അല്ലെങ്കിൽ ഏതെങ്കിലും കമ്പനികൾക്ക്, സ്ഥാപനങ്ങൾക്ക് അല്ലെങ്കിൽ സംഘടനകൾക്ക് ലാൻഡ് കൊടുക്കലൊക്കെ പ്രധാനപ്പെട്ട വാർത്തയാവുകയും അതിന് സോഷ്യൽ ഓഡിറ്റ് എപ്പോഴും ഉണ്ടാവുകയും സർക്കാരിനോട് ക്വസ്റ്റ്യൻ ഉണ്ടാവുകയൊക്കെ ചെയ്യുന്നു. നമ്മൾ കേരളത്തിന് പുറത്തേക്ക് പോയാൽ പലപ്പോഴും ഇത്തരം വൻകിട കമ്പനികൾക്ക് 100 കണക്കിന് ഏക്കർ ഭൂമി പതിച്ചു കൊടുക്കുക എന്നത് ആരോടും ചോദിക്കാതെ നടപ്പിലാക്കുന്ന ഒരു പരിപാടിയാണ്. ഇന്ത്യയിൽ അതൊരു പുതിയ കാര്യമല്ല, ഇന്ത്യയിൽ ഞെട്ടിക്കുന്ന സംഗതിയല്ല. കർണാടകയിലായാലും കൊള്ളാം, അങ്ങോട്ട് നിങ്ങൾ അപ്പുറത്തെ നോർത്തിലേക്ക് ഏത് സംസ്ഥാനങ്ങളിലേക്ക് പോയാലും വൻകിട കമ്പനിക്കാർ വരുന്നു, സർക്കാരിനോട് ചോദിക്കുന്നു, സർക്കാർ ഭൂമി എടുത്തു കൊടുക്കുന്നു. അത് സർക്കാരും അവരും നമ്മുടെ ഡീലാണ്. നമ്മളിവിടെ ഗുജറാത്തിലെയൊക്കെ കാര്യം എന്തുമാത്രം തവണ പറഞ്ഞിട്ടുണ്ട്, മധ്യപ്രദേശിലെ കാര്യം പറഞ്ഞിട്ടുണ്ട്, ഇനി ഉത്തർപ്രദേശിലെ കാര്യം പറഞ്ഞിട്ടുണ്ട്. ഏക്കർ കണക്കിന്, ഹെക്ടർ കണക്കിന് ഭൂമി വൻകിട വ്യവസായികൾക്ക് സർക്കാർ കൊടുക്കുകയാണ്. അവരത് എന്ത് ചെയ്യുന്നു, എന്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നു, അതുവഴി പാവപ്പെട്ടവർക്ക് എന്ത് തൊഴിൽ കിട്ടുന്നു എന്നതിനെക്കുറിച്ചൊന്നും സർക്കാരിൻ്റെ കൺസേൺ അല്ലെന്ന് മാത്രമല്ല, 100 കണക്കിന് പാവപ്പെട്ടവർ, ആദിവാസികൾ, ദലിതർ ആട്ടിയിറക്കപ്പെടുകയോ അല്ലെങ്കിൽ മൃഗീയമായ ആക്രമണങ്ങൾക്ക് വിധേയരായി ഇറങ്ങിപ്പോവുകയോ ചെയ്യേണ്ടി വരുന്നു. ആ ആക്രമണങ്ങൾക്ക് പലപ്പോഴും ഭരണകൂടങ്ങൾ തന്നെ നേതൃത്വം കൊടുക്കാൻ നമ്മൾ കാണുന്നത്. അതുകൊണ്ട് കർണാടകയിൽ ഈ കാണേണ്ട കാര്യം എന്ന് വെച്ചാൽ, ഒരു രാജീവ് ചന്ദ്രശേഖർ സർക്കാരിനെ, നിഷ്കളങ്കനായ ഒരു സർക്കാരിനെ, അല്ലെങ്കിൽ നിഷ്കളങ്കരായ മന്ത്രിമാരെ പറ്റിച്ച ഏർപ്പാടൊന്നുമല്ല. ഇതെല്ലാവരും കൂടിയിട്ടുള്ള ഏർപ്പാടാണ്. അപ്പോൾ അതിനകത്ത് കർണാടകയിലെ സർക്കാരിന് പോലും ഉത്തരവാദിത്വമുണ്ട് എന്നതാണ്. കർണാടക സർക്കാരാണല്ലോ ഇത് പ്രോപ്പർ ആക്ഷൻ എടുക്കേണ്ടത്. അപ്പോൾ ഇവിടെയുള്ള കോൺഗ്രസ്സുകാർ പോലും അതിന് ഉത്തരം പറയേണ്ടതുണ്ട്. ഗവൺമെൻറ് ഇനിയിപ്പോൾ തട്ടിപ്പ് നടത്തിയിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും സർക്കാരിന് റീഓപ്പൺ ചെയ്യാമല്ലോ, സർക്കാരിന് പൊസിഷൻ എടുക്കാമല്ലോ, എടുക്കുന്നില്ല. അപ്പോൾ ഇത് ഗവൺമെൻറ്റും വ്യക്തികളും തമ്മിലുള്ള ഏർപ്പാടാണ്. ഞങ്ങൾ തന്ന ഭൂമി നിങ്ങൾ പ്രൊഡക്റ്റീവായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടോ, ഇല്ലെങ്കിൽ ഞങ്ങൾ ഈ ഭൂമി തിരിച്ചെടുക്കും എന്ന് പറയാൻ. പാട്ടത്തിനാണല്ലോ കൊടുക്കുന്നത്. ആ പാട്ടത്തിന് കൊടുക്കുന്ന ഭൂമി പിന്നീട് ക്രമപ്പെടുത്തി കൊടുക്കുകയാണ്. അത് BJP സർക്കാരിൻ്റെ കാലത്താണെന്ന് പറയപ്പെടുന്നു. സോ ഞങ്ങൾ തന്നിട്ടുള്ള ഭൂമി നിങ്ങൾ പ്രൊഡക്റ്റീവായിട്ട് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടോ, അത് നാടിന് ഗുണമുണ്ടാക്കിയിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിലൊക്കെ അത് എപ്പോഴും ഓഡിറ്റ് ചെയ്യുകയും അതിന് പരിഹാരം ഉണ്ടാക്കുകയും ഇല്ല തിരിച്ചെടുക്കുകയും ചെയ്യേണ്ട ബാധ്യത ഭരണകൂടത്തിലാണ്. സോ ഇത് നമ്മൾ കേരളം വിട്ടുകഴിഞ്ഞാൽ രാഷ്ട്രീയക്കാരും വൻകിട കോർപ്പറേറ്റുകളും ചേർന്ന് പൊതുഭൂമി തട്ടിയെടുക്കുകയും പാവപ്പെട്ടവരെ അവരുടെ ഭൂമി ഇല്ലാത്തവരാക്കി മാറ്റുകയും ചെയ്യുന്ന വലിയ എത്രയോ കാലമായിട്ടുള്ള സ്കാമിൻ്റെ ഒരു തുടർച്ചയായിട്ട് ഇതിനെ കാണാൻ പറ്റുള്ളൂ.